ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഒരു നോർമൽ ഡേ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഇന്നത്തെ ദിവസം അതായത് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്ന്. ഫങ്ഷൻസിനും കൊണ്ടുള്ള ഏറും കളി എന്ന് തന്നെ പറയാം കേട്ടോ. അതായത് 2 വീട്ടുകൂടലുണ്ട്, കല്യാണമുണ്ട്, ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട്, അങ്ങനെ പിന്നെ അമ്മയ്ക്ക് വേറൊരു കല്യാണമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും ഇന്ന് ഇവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കേണ്ടിയിരുന്നുള്ളൂ. ഉച്ചക്കത്തെ ഫുഡും വേണ്ട, രാത്രിയിലത്തെ ഫുഡും വേണ്ട കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു പ്ലാനിങ്ങിലോട് കൂടിയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹസ്ബൻഡ് ഓൾറെഡി ഇതിനടുത്തുള്ളൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് പോയിട്ടുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ ഫ്രണ്ടിൻ്റെ ആരുടെയോ മാരേജ് ഉണ്ട്, അവിടത്തേക്ക് അമ്മ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരുങ്ങി നിൽക്കുകയാണ്. അവർ വരുന്ന സമയം കൊണ്ട് ഒരുങ്ങി ഞാനും ധനുഷും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നമ്മൾ രണ്ടാളും ഒരുങ്ങിയിട്ട് നിന്നിട്ട് ഒരു ഉച്ചയോടുകൂടി അങ്ങോട്ടേക്ക് ഇറങ്ങണം കേട്ടോ. ഇരിട്ടി ഭാഗത്താണ് കല്യാണവും വീട്ടുകൂടലും വരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടുകൂടലാണ് കേട്ടോ. കല്യാണം എൻ്റെ റിലേറ്റീവിൻ്റെ ആണ്, അതിൻ്റെ റിസപ്ഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീട്ടുകൂടലിന് ഫസ്റ്റ് പോയിട്ട് ഈവനിങ് സമയത്താണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ അമ്മയും ഹസ്ബൻഡും വരുന്ന ആ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് റെഡിയായി നിൽക്കാൻ. അതിനുശേഷം അവർ വന്ന് അവർക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. വേറെ ഒന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. അതായത് ഇതുപോലെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് അതൊന്നും എൻ്റെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാത്ത പോലെയാണ് തോന്നാറ്. അപ്പോൾ ഇനി ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. അത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള ഐലൈനറൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. സാധാ ലോക്കൽ വാങ്ങിക്കും, അതെന്നിട്ട് ഇടും കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഒരുങ്ങാനാവത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് റെഡി ആവാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ മാത്രമല്ല, ധനുഷു ബേബിനും കൂടെ ഒരുക്കി വെക്കണം. അപ്പോൾ ഇതാ ഐ ലൈനർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിതാ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മസ്കാര ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയി. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എവിടെയെങ്കിലും ഇതുപോലെ പെട്ടെന്ന് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഐലൈനറിൽ മുക്കിയിട്ട് അത് ചെയ്യാറുണ്ട്. അത് നല്ല രീതിക്ക് വർക്കാവാറുണ്ട് കേട്ടോ. പിന്നെ ഏതോ ഒരു പഴയൊരു ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട്, അത് എടുത്തിരുന്നുണ്ട്. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും പുതിയത് വാങ്ങിക്കണം. നല്ല നല്ല കളറ് ബ്രാൻഡ് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഇതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് ഷോളും പാൻറ്റും ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഷോളിന് വർക്ക് ചെയ്തതൊക്കെ ഞാനാണ്, ഒരു ചെറിയൊരു വർക്ക് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇനി വാച്ച്. ഈ വാച്ച് ഞാൻ ആക്ച്വലി ഞാൻ അമ്മയ്ക്ക്, എൻ്റെ മദറിനിലൊക്കെ മേടിച്ച വാച്ചാണ്. അത് അമ്മയ്ക്ക് ഇത് ഓൺലൈനിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേങ്കിൽ നമ്മുടെ കൈ കിട്ടിയപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് അത്ര തിക്ക് വേണ്ടായിരുന്നു. തിന്നായിട്ടുള്ള സ്ട്രാപ്പാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അമ്മ എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാനെന്താ കിട്ടുന്നുണ്ട്. അത് എൻ്റെ അളവിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ കണ്ണിയൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതാ വള. ഞാൻ ഓൾറെഡി ഒരു ബാങ്കിൾ ഇതിന് എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വന്നിട്ടുണ്ടായില്ല. കുഴപ്പമില്ല, എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോതിരം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തോളൂ, ഞാനത് കാണിക്കാം വീഡിയോ ആയിട്ട്. പിന്നെ ഭയങ്കര ചൂടുണ്ട്. എത്ര ഫാൻ ഇട്ട് കഴിഞ്ഞാലും ഒടുക്കാത്ത ചൂടാണല്ലേ. പിന്നെ എവിടെയെങ്കിലും പോകാൻ കഴിയുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നമ്മളിത് കമ്മൽ മേടിച്ചിട്ടുണ്ട്. കമ്മൽ ഞാനിത് പുതിയൊരു കമ്മൽ മേടിച്ചതാണ്. ഇത് അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല, അത്യാവശ്യം വെയിറ്റ് ഇതിനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, മാനേജബിൾ ആണ് കേട്ടോ. എനിക്കിങ്ങനത്തെ, ഞാനിതിന് കോൺട്രാസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പച്ച ഇത് വാങ്ങിക്കാനാണ്, പച്ച കമ്മൽ വരുന്നത് വാങ്ങിക്കാനാണ്. പക്ഷെ അതെനിക്ക് അത്ര മോഡൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. പിന്നെ ഇഷ്ടപ്പെടുന്ന മോഡലാണെങ്കിൽ ഭയങ്കര റേറ്റും ഉണ്ട്, നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഇത് അതുകൊണ്ട് ഞാൻ സെയിം കളർ തന്നെ എടുത്തിട്ട്. ഈയിടെയായിട്ട് എനിക്ക് ഹാങ്ങിങ്സ് അത്ര ഇഷ്ടമല്ല. കാരണം ധൻഷു ബേബി ഇതൊന്നും വെച്ചേക്കില്ല കേട്ടോ. കാരണം അവന് കാതിലൊക്കെ ഇതുപോലെ ഞെലുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എൻ്റെ കമ്മലിൻ്റെ പെയർ അധികവും കളയാറുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ അധികവും സ്റ്റഡ്സാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു പാർട്ടി ആയതുകൊണ്ട്
ഒന്ന് മാറ്റാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് കറുത്ത പൊട്ട് വെക്കുന്നുണ്ട്. കറുത്ത പൊട്ടാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം. വേറൊരു പൊട്ടും എൻ്റെ ഫേസിന് ആപ്റ്റ് ആവില്ല. പിന്നെ ചിലവർ പറയും ഈ കറുത്ത സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല കേട്ടോ. കറുത്തത് എന്തായാലും എന്ത് നിറമല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് എടുക്കുക എന്നുള്ളതാണ്. എനിക്കത്ര കാര്യത്തിലൊന്നും ഒരു വിശ്വാസമില്ല. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എന്താണ് കറുപ്പ് എന്താ പറയുക മംഗളകർമ്മങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാത്തതെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം എനിക്കത്രയും ഇതിനോടൊന്നും വലിയ ഇതില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ധൻഷു ബേബി എന്തൊക്കെയോ വലിച്ചിടുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ അവന് അങ്ങനെ കൊടുത്തതാട്ടോ. ഇല്ലെങ്കിൽ അവന് എൻ്റെ സാധനങ്ങളൊന്നും ഒറ്റ വെച്ചേക്കില്ല, എല്ലാം വലിച്ചിടട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് മുടിയൊക്കെ കെട്ടി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ധൻഷുവിന് ഒരുക്കണം. അതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതിലിടയ്ക്ക് ഹസ്ബൻഡ് അമ്മയൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാ അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. തിരക്ക് പിടിച്ചത് കൊണ്ട് തന്നെ അമ്മ ഇതാ പാക്കുന്ന സാരിയൊക്കെ നല്ല ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി തിരക്ക് പിടിച്ചിട്ടാണ് ഓടുന്നുണ്ടായത്. കാരണം വന്ന് പെട്ടെന്ന് തന്നെ സാരി ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിനാണ്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും സമയം ഈവനിങ് ആയിട്ടുണ്ട്. കാരണം എല്ലാ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ മറ്റു ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും അവരുടെ ഔട്ട്ഫിറ്റ്സൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്മിക സന്ദീപ്. സന്ദീപേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടിയെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ മേറ്റ്സാണ്. അങ്ങനെയാണ് ഇത്രയും അധികം ഫ്രണ്ട്ഷിപ്പ് ആയത് കേട്ടോ. നമുക്ക് ചില ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്, വളരെ ചെറിയൊരു കാലയളവിൽ മാത്രമേ നമ്മൾ പരിചയമുണ്ടെങ്കിൽ കൂടി ഒരുപാട് നാളത്തെ എന്താ പറയുക സ്നേഹവും അറ്റാച്ച്മെൻറ്റും നമുക്ക് അവരുടെ അടുത്ത് തോന്നുമല്ലേ. അങ്ങനെ ഒരാളാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് അശ്മിക എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരാളും കൂടി ഉണ്ട്, സൂര്യേച്ചിക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സങ്കടത്തിലും ഒക്കെ കൂടെ നിന്ന് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ അടിയൊന്നും ഉണ്ടാക്കി പിണങ്ങാനും ഒക്കെ ആയിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലത്തെ ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് സമയം അവിടെ വന്നതിന് ശേഷം ഇത് നേരെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അടിക്കുകയാണ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അതല്ല, വീഡിയോ അധികം ഞാൻ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. കാരണം ഫാമിലീസ് എല്ലാവരും ഉണ്ട്, അവരെയൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ വന്ന് കുറച്ച് സമയം എല്ലാവരെയും കണ്ട് അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ആൻറ്റിയാണ്, എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്. എൻ്റെ ആൻറ്റി അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണിത് എൻ്റെ ആൻറ്റി. അപ്പോൾ എല്ലാവരെയും കണ്ട ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നാളായിട്ട് എല്ലാവരും ഇതുപോലെ ഒത്തിയിരുന്നത് ഒരു ഫംഗ്ഷനാണിത്. ഇതെൻ്റെ ഏട്ടനാണ്, ഇത് പ്രശാന്ത് ഏട്ടനാണ് ഏട്ടൻ്റെ പേര്. എല്ലാവരും ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ സ്റ്റേജ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേജാണ്, എന്തായാലും ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് ചെക്കനും പെണ്ണും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളവിടെ നിന്ന് അധികം ലേറ്റാകാതെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നേരെ പോയിട്ട് നമുക്ക് ശിവാമി എൻ്റെ കയ്യിലുണ്ടല്ലോ, നേരെ പോയിട്ട് നമുക്ക് ഈ പിറന്നാൾ ഫംഗ്ഷൻ അതായത് ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഏകദേശം ചെറിയൊരു മഴ വരുന്നതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൽഫിയും കാര്യങ്ങളും എടുക്കാൻ നമുക്ക് ശരിക്കും സമയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അടിപൊളിയാണ്, നല്ല ആകാശം കാണാൻ നല്ല അടിപൊളിയുണ്ട് കേട്ടോ. ഫോണിൽ അങ്ങനെ കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടുന്നില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി വിട്ടത് ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അടുത്തേക്കാണ്. കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയിരിക്കുന്നത്. ജിതിൻ രാജ് ആൻഡ് ഹണിമ അവരുടെ സെക്കൻഡ് ബേബി ഗേളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. മൂത്തതൊരു ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഫങ്ഷൻസൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല, നമ്മൾ കേക്ക് കഴിച്ച ഉടനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. കാരണം കല്യാണത്തിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിച്ചപാടാണല്ലോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അതേ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റില്ല എന്നതിന് നമ്മൾ കേക്ക് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബേബി, ജാൻഹിയ ഇഷ എന്നാണ് കേട്ടോ കുട്ടിയുടെ പേര്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുക കേട്ടോ. കാരണം ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.